പതിവ് പോലെ വീക്കെൻഡിൽ ലാലേട്ടൻ ഹൗസ്മേറ്റ്സിനെ കാണുവാനായിട്ട് എത്തി. പക്ഷേ ഈ ആഴ്ച പതിവിന് വിപരീതമായി അദ്ദേഹം ഓൺലൈനായിട്ടാണ് വന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഈ ആഴ്ച സ്ഥലത്ത് കാണുകയില്ല, വിദേശത്ത് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം അതനുസരിച്ച് അദ്ദേഹം അവിടെ നിന്നുകൊണ്ടാണ് ഹൗസിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം അക്ബറോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഓരോ മെമ്പേഴ്സിനെയും വിളിച്ച് ചോദിച്ച് എന്താണ് ഹൗസിൽ പ്രശ്നം, നിങ്ങൾക്ക് കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ പ്രേക്ഷകരെ അവരുടെ സ്വാധീനത്തിന് വേണ്ടിയാണോ എന്നൊക്കെ എല്ലാവരോടും ചോദിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഒന്ന് രണ്ട് മെമ്പേഴ്സിനോടൊക്കെ ചോദിച്ചതിന് ശേഷം അദ്ദേഹം അനുമോളെ വിളിച്ചു. എന്താ അനുമോളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു, ലാലേട്ട, അത് ഇവിടെ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എന്നെ ചില മോശം വേർഡ്സൊക്കെ വിളിക്കുന്നു, എന്നെ എല്ലാ കാര്യത്തിലും അവർ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഗാങ്ങായിട്ട് തിരിഞ്ഞ് നിന്ന് എന്നെ ആക്രമിക്കുകയാണ്, എനിക്ക് അതിൻ്റേതായ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അനുമോൾ സംസാരിക്കുകയാണ്, അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, വളരെ നല്ല വിഷമത്തോടു കൂടിയാണ് സംസാരിച്ചത്. അപ്പോൾ ആര്യനുമൊക്കെ അവരെ കളിയാക്കുന്നു, അനുമോളുടെ പല സാധനങ്ങളും മോഷണം പോകുന്നു, അതായത് ടോയ്ലറ്റ് കിറ്റൊക്കെ ആരോ എടുത്ത് ഒളിച്ചു വെച്ചിരുന്നു എന്നൊക്കെ പരാതി പറഞ്ഞു. അപ്പോൾ അനീഷിനോട് ചോദിച്ചു എന്താ പ്രശ്നം, ശരിയാണോ? അപ്പോൾ അനീഷ് പറഞ്ഞു, ശരിയാണ് ലാലേട്ട, ഇതുപോലെ എല്ലാവരും ഇവിടെ ഒരു ഗാങ് ഉണ്ട്, ഗാങ് എല്ലാവരും കൂടെ ചേർന്ന് അനുമോളെ ഒറ്റപ്പെടുത്തി, ഇതൊക്കെ ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആര്യൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ അതായത് തലയിൽ വെച്ച തൊപ്പിയെക്കുറിച്ചുള്ള പ്രശ്നമുണ്ടായി, അതിന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുകയാണ് ജിസേലിൻ്റെ വിഷമം, ജിസേലിൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഉരസി എന്ന് പറയുന്ന അവസാനം അവർ ഒന്നിച്ച് കൂട്ടായിട്ട് ഹഗ് ചെയ്ത് ആണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അത് അനുമോളും ജിസയിലും പിണക്കമെല്ലാം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്ത് ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാരണം ജിസേൽ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ട എൻ്റെ സ്യൂട്ട് കേസ് തരണം, എനിക്ക് ഡ്രസ്സൊക്കെ കുറവാണ്, ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടിയല്ലോ. അപ്പോൾ ലാലേട്ടൻ അതെന്താണ്, അപ്പോൾ ഞാൻ 2 ടാസ്ക് ജയിച്ചു, ഞാൻ സ്വേച്ഛാധിപതിയായി, ഇനിയെങ്കിലും എൻ്റെ സ്യൂട്ട് കേസ് തരണം, നല്ല സ്വതസിദ്ധമായ ശൈലിയിൽ. പൊതുവേ ജിസേൽ സംസാരിക്കുന്നത് കേൾക്കാനൊരു ഭംഗിയുണ്ട്, അപ്പോൾ അങ്ങനെ നല്ല രസമാണ് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അനുമോളോട് ചോദിച്ചു, സ്യൂട്ട് കേസ് കൊടുക്കണോ? കൊടുക്കില്ല ലാലേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ നെവിൻ തന്നെ പറഞ്ഞു അവരൊന്ന് ഹഗ് ചെയ്ത് സോറിയൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി പിരിയണം, സ്നേഹത്തോടു കൂടി വേണം അവർ നിൽക്കാൻ ഇനിയെങ്കിലും. അപ്പോൾ ലാലേട്ടൻ എന്താ പറഞ്ഞത്, എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറേണ്ടത് ഗെയിമാണ്, ഗെയിമിനെ ഗെയിമായിട്ട് കാണണം, വേണ്ട ഉപദേശങ്ങളെല്ലാം ഹൗസ് മെമ്പേഴ്സിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരോടും ആദില, നൂറ എല്ലാവരോടും വിവരങ്ങൾ തിരക്കി, എന്താണ് ഇവിടെ ഹൗസിൽ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു ഗാങ് ഉണ്ടോ എന്നൊക്കെ അപ്പാനിയോട് ചോദിച്ചപ്പോഴും അനുമോളെയാണ് കുറ്റം പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും ലാലേട്ടനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ അക്ബർ അനുമോളെ കളിയാക്കി പാട്ട് പാടുന്നതൊക്കെ പറഞ്ഞപ്പോഴാണ് കുനിഞ്ഞ് നിൽക്കുന്നത്. അപ്പം അക്ബർ ഒരു നാണക്കേടായിപ്പോയി, ശരിയാണ് എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, വീട്ടിലിരിക്കുന്നവരെ വരെ അനുമോൾ പ്രാവുകയാണ്, ഞാൻ വിവാഹം കഴിച്ചതേ ഉള്ളൂ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ അവിടെ കാണത്തില്ല, എന്നെ വിട്ടുപോകും, നിനക്ക് നല്ലത് വരുത്തില്ല എന്നൊക്കെ പ്രാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ ശരിയാണോ? അനുമോൾ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ലാലേട്ട, എല്ലാം നിഷേധിച്ചല്ലേ പറ്റൂ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, കാരണം എന്നെ വിഷമിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ നിങ്ങൾ അനുഭവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജിസേലിൻ്റെ പ്രയാസങ്ങളൊക്കെ അവിടെ പറഞ്ഞു, അനുമോൾ ചെയ്ത ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത്. പക്ഷേ ലാലേട്ടൻ ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കും വലിയ ക്ഷോഭിച്ചൊന്നും അദ്ദേഹത്തെ കണ്ടില്ല. ജിസേലിൻ്റെ സ്യൂട്ട് കേസ് കിട്ടി. പിന്നെ പൊതുവേ നല്ല രംഗങ്ങളായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായത്. അക്ബറൊക്കെ തിളങ്ങി. അക്ബറൊക്കെ എന്ന് വെച്ചാൽ കളിയാക്കി പാട്ട് പാടാൻ വിദഗ്ധനാണല്ലോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ ഇവരോട് എല്ലാം പിന്നെ എന്താണ് രേണുസുതിയോട് ചോദിച്ചു, രേണുസുതി എപ്പോഴും പോകണം എന്ന് പറയുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും തന്നെ ആദ്യം ഇങ്ങനൊരു ഗ്യാങ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അനുകൂലിച്ചുകൊണ്ട് ആരും അഭിപ്രായം പറഞ്ഞില്ല. പിന്നെ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞത്. ഈ ശരത്തപ്പാനിക്കൊക്കെ എന്ന് വെച്ചാൽ അനുമോളോട് ഭയങ്കര അമർഷമാണുള്ളത്. ഒരിക്കലും അവർ പൊരുത്തപ്പെട്ടു പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കുറച്ച് കളിയാക്കലുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടനെ ആ തൊപ്പി വെച്ചപ്പോൾ കളിയാക്കുന്നു. അത് തന്നെ ലാലേട്ടൻ എടുത്തു പറയുകയാണ്, ഉറങ്ങുമ്പോഴും തൊപ്പി തലയിൽ വെക്കണോ, കുളിക്കുമ്പോഴും വെക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. അത് നീ കളിയാക്കിയതല്ലേ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഇവൻ വയ്യ എന്ന് പറയും. അപ്പോൾ അത് ആര്യൻ പറയുകയാണ്, അതിൻ്റെ സ്ട്രാറ്റജിയാണ് ലാലേട്ട എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ്, എൻ്റെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ട പണിഷ്മെൻ്റൊക്കെ ജിസേലിനും അനുമോളിനുമൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു.